എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാവിധ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഒട്ടും സമയം താമസിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. നാളെയും വിദ്യാഭ്യാസ മേഖല മറ്റൊരു അനിശ്ചിതത്വം നേരിടുകയാണ്. പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംഘടന. നമുക്കറിയാം, ചില വിദ്യാഭ്യാസ സംഘടനകളെ ബന്ധുക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില സ്കൂളുകളെ ഒന്നും അഫക്ട് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ SFI തന്നെയാണ്, ഭരണാനുകൂല വിദ്യാഭ്യാസ സംഘടന തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ സർവകലാശാലയിലെ കാവ്യവൽക്കരണവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗവർണർക്കെതിരെ, അവരുടെ നടപടികൾക്കെതിരെയാണ് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സ്കൂളും കോളേജും എടുത്ത് പറയുന്നുണ്ട്. അവിടെ പഠിപ്പ് മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ജൂലൈ 10-ാം തീയതിയാണ് ഈ വിദ്യാഭ്യാസ പഠിപ്പ് മുടക്കിന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവരുടെ 30ഓളം വരുന്ന പ്രവർത്തകരെയും അതുപോലെ തന്നെ സെക്രട്ടറിയെ ഒക്കെ റിമാൻഡിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഏതൊക്കെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിൽ പഠിപ്പ് മുടക്കം KSUവിൻ്റെയും SFIയുടെ ഒക്കെ മാറി വന്നതാണ്. അപ്പോൾ വിട്ട ക്യാമ്പസുകളെല്ലാം 100% ഇത്തവണയും വിടും. അത് കോളേജ് മാത്രമല്ല, സ്കൂളുകളിലും പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള പല ക്യാമ്പസുകളും ക്ലാസ് ഉണ്ടാകില്ല നാളെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂളുകളെയും 10 വരെയുള്ള സ്കൂളുകളെയും ബാധിക്കും. അത് നിങ്ങളുടെ പ്രൈവറ്റ് ആണോ CBSE ആണോ, എങ്ങനെയാണ് അതിനുള്ളിലെ സ്ട്രിക്ട്നെസ്, അതെല്ലാം അനുസരിച്ചിരിക്കും. എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരും. അവധി എന്ന് തന്നെ പറയേണ്ടി വരും. ഏറെക്കുറെ നാളെ പഠിപ്പ് മുടക്കലാണ്. SFI കൂടിയായതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ അത് ബാധിക്കും. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.